സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരത്തെ എകെജി സെന്റർ പ്രവർത്തിക്കുന്നത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണെന്നും വസ്തുവിന് കരം അടയ്ക്കുന്നില്ലെന്നുമുള്ള അനധികൃത കയ്യേറ്റത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്ത്. എകെജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അനുവദിച്ചത് 15 സെന്റാണെങ്കിലും കേരള സർവകലാശാലയുടെ 55 സെന്റ് ഭൂമി കൈവശമുണ്ടെന്നും സർവേ വകുപ്പിന്റെയും വഞ്ചിയൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. അനധികൃത ഭൂമി കേരള സർവകലാശാല തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ നിവേദനത്തിന്മേൽ ഗവർണർ കേരള വിസിയോട് വിശദീകരണം തേടി. എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1977 ഓഗസ്റ്റ് 20-ന് എകെജി സെന്ററിന് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള ഫയൽ സെക്രട്ടേറിയറ്റ് റവന്യൂ വകുപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. പ്രസ്തുത ഫയൽ ഒഴികെയുള്ള റവന്യൂ വകുപ്പിന്റെ 1977-ലെ മുഴുവൻ ഫയലുകളും ആർക്കൈവ്സ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. സർക്കാർ അനുവദിച്ചതിലേറെ ഭൂമി കൈവശപ്പെടുത്തിയതുകൊണ്ട് പ്രസ്തുത ഫയൽ തന്നെ ചിലർ മുക്കിയെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. ഭൂമി അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് ജില്ലാ കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല. അനധികൃതമായി കൈവശം വെക്കുന്ന ഭൂമിയായതിനാൽ തണ്ടപ്പേര് പിടിക്കാത്തതുകൊണ്ട് ഭൂമി ഇപ്പോഴും പൂർണ്ണമായും സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് വഞ്ചിയൂർ വില്ലേജ് ഓഫീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം വസ്തുകരം സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറായില്ല. എന്നാൽ 10.5 ലക്ഷം രൂപ സിപിഎം ഭരണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുണ്ട്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും കെട്ടിട നികുതി സ്വീകരിച്ചതും സെന്ററിന് TC നമ്പർ TC 26/27/27-1 അനുവദിച്ചതും ഗുരുതരമായ കൃത്യവിലോപമായി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. കോർപ്പറേഷൻ ഭരണം ദശാബ്ദങ്ങളായി സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ് ചട്ടങ്ങൾ മറികടന്ന് സെന്റർ സമുച്ചയത്തിന് നിർമ്മാണ അനുമതിയും TC നമ്പറും ലഭിച്ചത്. 1977-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി E.K. നയനാർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ A.K. ഗോപാലന്റെ സ്മരണയ്ക്കായി ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കേരള സർക്കാർ കേരള സർവകലാശാല വളപ്പിലുള്ള 15 സെന്റ് യൂണിവേഴ്സിറ്റി ഭൂമി എകെജി മെമ്മോറിയൽ കമ്മിറ്റിക്ക് അനുവദിച്ചു. എന്നാൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് 15 സെന്റ് ഭൂമി കൂടി എകെജി സെന്ററിന് അനുവദിച്ചത് നിയമവിരുദ്ധമായതുകൊണ്ടും സർക്കാർ ഉത്തരവിൽ കൂടുതൽ ഭൂമി കയ്യേറിയതുകൊണ്ടും ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ തെളിവ് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ കടത്തുകയായിരുന്നു. 1988 ഏപ്രിൽ നടന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ MLA-മാർ എകെജി സെന്ററിന് ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഫയലുകൾ മേശപ്പുറത്തു വയ്ക്കുവാൻ അന്നത്തെ സർക്കാർ വിസമ്മതിച്ചു. ചരിത്രകാരനും മുൻ കേരള സർവകലാശാല രജിസ്ട്രാറുമായിരുന്ന പ്രൊഫസർ A. ശ്രീധരമേനോൻ രചിച്ച യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക ചരിത്രം എകെജി സെന്ററിന് നിയമപരമായി 15 സെന്റ് മാത്രമാണ് അനുവദിച്ചതെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. 1944-ലെ സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ 1937-ൽ സർക്കാർ നൽകിയ അനുമതി പ്രകാരമുള്ള കേരള സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി പൊതു ആവശ്യങ്ങൾക്കായി സർക്കാരിന് തിരികെ എടുക്കാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പ്രകാരമാണ് എകെജി സ്മാരക സമിതിക്ക് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുവാൻ സർക്കാർ ഭൂമി അനുവദിച്ചത്. എന്നാൽ പ്രഖ്യാപിച്ച പൊതു ഉദ്ദേശ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രസ്തുത സ്ഥലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആണ് പ്രവർത്തിച്ചത്. അടുത്തിടെ പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറ്റിയതായി സിപിഎം സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഭൂമി അനുവദിച്ചതിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഒരു പൊതുസ്ഥാപനത്തിന് അനുവദിച്ച ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് ചട്ടവിരുദ്ധമായതുകൊണ്ടും സർവകലാശാല ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതുകൊണ്ടും സർവകലാശാലയുടെ 55 സെന്റ് ഭൂമിയും എകെജി സെന്ററും പൂർണ്ണമായി സർവകലാശാല ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സമിതി അറിയിച്ചു. 1977-ൽ എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെയാണ് സിപിഎം സെക്രട്ടറിയായിരുന്ന E.K. നയനാർ എകെജിയുടെ നാമധേയത്തിൽ പഠന ഗവേഷണ കേന്ദ്രത്തിനായി കേരള സർവകലാശാല വളപ്പിലെ ഭൂമി പതിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് 77 മെയ് 25-ന് അപേക്ഷ സമർപ്പിച്ചത്. ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, ഓഫീസ് എന്നിവയ്ക്ക് ആവശ്യമായ സ്ഥലം തിരുവനന്തപുരം ഗ്യാസ് ഹൌസ് ജംഗ്ഷനിൽ വിവേകാനന്ദ സെന്ററിന്റെ ഹാളിന്റെ കിഴക്ക് ഭാഗത്തും യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ തെക്കുഭാഗത്തുമുള്ള സർവകലാശാലയുടെ ഭൂമി പതിച്ചു നൽകണമെന്നായിരുന്നു അപേക്ഷ. ഇതിലേക്കായി സ്വാതന്ത്ര്യ സമര സേനാനി MP മന്മഥൻ, മുൻ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് C നാരായണപിള്ള,
ലക്ഷ്മി എൻ മേനോൻ എന്നിവർ ഉൾപ്പെട്ട AKG സ്മാരക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയാണ് അപേക്ഷ നൽകിയത്. 1977 ഓഗസ്റ്റ് 20 GOMS 1172/77 RD നമ്പർ ഉത്തരവ് പ്രകാരം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹൌസ് വളപ്പിലുള്ള 15 സെന്റ് ഭൂമി CPM സെക്രട്ടറിയുടെ പേരിൽ സൗജന്യമായി പതിച്ചു നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. CPM പ്രതീക്ഷിച്ച വിസ്തൃതിയുള്ള ഭൂമി സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടാത്തതിനാൽ സർക്കാരിന്റെ അറിവോ സമ്മതമോ കൂടാതെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ളയുടെ സ്വാധീനത്തിൽ 15 സെന്റ് ഭൂമി കൂടി 1978 മാർച്ച് 14 ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അനുവദിച്ചു നൽകി. AKGയുടെ ഒന്നാം ചരമവാർഷിക ദിനമായ 1978 മാർച്ച് 22 AKG സ്മാരകത്തിന് തറക്കല്ലിട്ട CPM അഖിലേന്ത്യാ സെക്രട്ടറി EMS നമ്പൂതിരിപ്പാട് നടത്തിയ പ്രസംഗത്തിൽ ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും ഉതകുന്ന ഒരു അനൌദ്യോഗിക സർവകലാശാലയാക്കി ഈ സ്മാരകത്തെ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു. 1988 നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ച VC ഡോക്ടർ G. ബാലമോഹൻ തമ്പിയും സിൻഡിക്കേറ്റ് അംഗമായിരുന്ന CPM നേതാവ് G. സുധാകരനും ഒത്തുചേർന്ന് സർവകലാശാലയുടെ മൊത്തം 55 സെന്റ് ഭൂമി സെന്ററിന് വിട്ടുകൊടുത്ത് സർവകലാശാല ചെലവിൽ AKG സെന്ററിനോട് ചേർന്നുള്ള മതിൽ നിർമ്മിക്കാൻ അനുമതി നൽകി. സെന്ററിന് ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട 1977 ഫയൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്ന് കടത്തുകയായിരുന്നു. ഫയൽ ആർക്കൈവ്സ് ഡയറക്ടറേറ്റിന് കൈമാറ്റം ചെയ്തതായി റവന്യൂ വകുപ്പ് അറിയിച്ചുവെങ്കിലും ആർക്കൈവ്സ് ഡയറക്ടറേറ്റിൽ ഈ ഫയൽ ഒഴികെയുള്ള റവന്യൂ വകുപ്പിലെ മറ്റെല്ലാ ഫയലുകളും ലഭിച്ചിട്ടുണ്ടെന്ന് ഡയറക്ടർ രേഖാമൂലം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1977 AK ആന്റണി സർക്കാർ 34.4 സെന്റ് ഭൂമിയാണ് CPM സെക്രട്ടറിയുടെ പേരിൽ അനുവദിച്ചതെന്നും ബാക്കി ഭൂമി സർവകലാശാല നേരിട്ട് അനുവദിച്ചതെന്നുമായിരുന്നു നിയമസഭയിൽ ഉൾപ്പെടെയുള്ള CPMന്റെ സ്ഥിരമായ വിശദീകരണവും ഭാഷ്യവും. എന്നാൽ 15 സെന്റ് ഭൂമി മാത്രമാണ് അനുവദിച്ചതെന്നത് മറച്ചുവെക്കുന്നതിന് ബന്ധപ്പെട്ട ഫയൽ മുക്കിയത്. സാധാരണ സർക്കാർ ഭൂമി അനുവദിക്കുമ്പോൾ 34.4 സെന്റ് എന്ന അളവിൽ അനുവദിക്കാറില്ല. 1,53,050 സെന്റ് തോതിലാണ് അനുവദിക്കാറുള്ളത്. 34.4 സെന്റ് എന്നത് അനധികൃതമായി കൈവശമാക്കിയ ഭൂമിയുടെ വിസ്തൃതിയാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ 1937 മുതലുള്ള 50 വർഷത്തെ ചരിത്രം തയ്യാറാക്കിയ പ്രശസ്ത ചരിത്രകാരനും കേരള സർവകലാശാലയുടെ മുൻ രജിസ്ട്രാറുമായിരുന്ന പ്രൊഫസർ A. ശ്രീധരമേനോൻ എഴുതി ഇടത് സഹയാത്രികനായ ഡോക്ടർ B. ഇക്ബാൽ VC ആയിരുന്നപ്പോൾ പ്രസിദ്ധീകരിച്ച സർവകലാശാല ചരിത്ര പുസ്തകത്തിൽ വിവേകാനന്ദ സെന്റിനറി ഹാളിന് 50 സെന്റ് ഭൂമിയും AKG സെന്ററിന് 15 സെന്റ് ഭൂമിയും സർക്കാർ സൗജന്യമായി അനുവദിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി അനുവദിച്ചത് സംബന്ധിച്ച ആധികാരിക രേഖ ഈ ചരിത്ര പുസ്തകം മാത്രമാണ്. 2 റീസർവേ നമ്പറുകളിലായി 55 സെന്റ് ഭൂമി AKG സെന്റർ അധികൃതർ കൈവശം വച്ചിരിക്കുന്നതായി സർവേ വകുപ്പ് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. 1977 സർക്കാർ അനുവദിച്ച 15 സെന്റ് ഭൂമിക്ക് പുറമെ 40 സെന്റ് ഭൂമി കൂടി അനധികൃതമായി കൈവശം വച്ചതുകൊണ്ടാണ് AKG സെന്ററിന് ഭൂമിയുടെ പട്ടയം അനുവദിക്കാത്തതും വസ്തുകരം സ്വീകരിക്കാത്തതും ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി സർക്കാർ രേഖയിലുള്ളതും. പട്ടയം പതിച്ചിട്ടുള്ള സർക്കാർ നിശ്ചയിക്കുന്ന കരം ഒടുക്കിയിട്ടുള്ള ഭൂമിയിൽ മാത്രമേ മന്ദിര നിർമ്മാണത്തിന് അനുമതി നൽകുവാൻ പാടുള്ളൂവെന്ന് വ്യവസ്ഥ ഉള്ളപ്പോൾ പുറമ്പോക്ക് ഭൂമിയിൽ മന്ദിരം നിർമ്മിക്കുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ അനുമതി നൽകിയതിലും AKG സെന്ററിന്റെ സ്വന്തം ഭൂമിയാണെന്ന് ബോധ്യപ്പെടുത്താൻ 11 ലക്ഷം രൂപ ബിൽഡിംഗ് ടാക്സ് ഇനത്തിൽ കോർപ്പറേഷൻ ഈടാക്കുന്നതിലും ദുരൂഹതയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതിന് ഇൻകം ടാക്സ് നൽകിയിട്ടുണ്ടെന്ന വാദത്തിന് സമാനമാണ് പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സെന്ററിന് കോർപ്പറേഷൻ നിശ്ചയിച്ച ടാക്സ് അടയ്ക്കുന്നതായ ന്യായീകരണമെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. 1944 സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ കേരള സർവകലാശാലയ്ക്ക് അനുവദിച്ച ഭൂമി പൊതു ആവശ്യങ്ങൾക്കായി സർക്കാരിന് തിരികെ ഏറ്റെടുക്കാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ അത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയിലാണ് CPM സെക്രട്ടറിയുടെ പേരിൽ ഭൂമി അനുവദിച്ചതെങ്കിലും ഗവേഷണ കേന്ദ്രത്തിനായി അനുവദിച്ച ഭൂമി CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി ദുരുപയോഗം ചെയ്തത് പ്രഖ്യാപിത പൊതു ഉദ്ദേശ്യങ്ങൾക്ക് വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ വസ്തുത പാർട്ടി സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. 1988 ഏപ്രിലിൽ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ AKG സെന്ററിന് AK ആന്റണി അനുവദിച്ചതിനേക്കാളേറെ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നിയമസഭയിൽ ഹാജരാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇത് ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കി. K. കരുണാകരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, MM ഹസൻ, KC ജോസഫ്, KM മാണി,
മൊയ്തീൻകുട്ടി ഹാജി, പന്തളം സുധാകരൻ, KP കുഞ്ഞിക്കണ്ണൻ, TM ജേക്കബ് തുടങ്ങിയ പ്രതിപക്ഷ MLA-മാർ ഈ ആവശ്യം ഉന്നയിച്ചുവെങ്കിലും ഫയലുകൾ മേശപ്പുറത്ത് വയ്ക്കുവാൻ വിസമ്മതിച്ച് ബഹളത്തിൽ മുങ്ങി ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് നിയമസഭാ രേഖകളിലുണ്ട്. അനധികൃതമായി കയ്യേറ്റം വെളിച്ചത്തു കൊണ്ടുവന്ന ചെറിയാൻ ഫിലിപ്പ് 1992 ഡോക്ടർ JV വിളനിലം കേരള VC-ആയി ചുമതലയേറ്റപ്പോൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സർവകലാശാല വക ഭൂമി അളക്കാൻ ഉത്തരവിട്ടതോടെ അദ്ദേഹത്തിന് എതിരായി വ്യാജ ഡിഗ്രി ആരോപണം കൊണ്ടുവന്ന് തലസ്ഥാനത്ത് വ്യാപകമായ അക്രമസമരങ്ങൾ അഴിച്ചുവിട്ട് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രം പൊതുസ്ഥാപനമായി കണക്കാക്കി അനധികൃതമായി കയ്യേറിയ സർവകലാശാലയുടെ മുഴുവൻ ഭൂമിയും കേരള സർവകലാശാല ഏറ്റെടുക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. സർവകലാശാല ഇതിന് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ക്യാമ്പയിൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകുന്നു.